ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രിയുടെ തറവാടാണ്. പ്രതാപ, അവൾക്ക് ആ വിരലടയാളം കിട്ടിയാലേ മിനിറ്റുകൾ പോലും വേണ്ടി വരില്ല നമ്മളെ ജയിലിലാക്കാൻ. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി അഴിയണം, അത്ര തന്നെ. അതുകൊണ്ട് അതിന്റെ മുന്നിൽ തന്നെ നമ്മൾ എല്ലാം കണ്ടുപിടിച്ച് നശിപ്പിക്കണം. ഇനി ഇവിടുന്ന് പോകുന്നത് വരെ അതാണ് നമ്മുടെ ലക്ഷ്യമെന്നും പ്രഭാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗാർഗിയെയും പാർവിനെയുമാണ്. ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ തിരഞ്ഞു നോക്കി, പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാ, അത് തന്നെയാ എന്റെയും അവസ്ഥ. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തെല്ലാം തന്നെ തിരഞ്ഞു നോക്കി, പക്ഷേ എവിടെയും കിട്ടിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും പാർവതി? നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, എന്താണെങ്കിലും ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് കിട്ടുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് എന്താണെങ്കിലും ഒന്നുകൂടി തിരഞ്ഞു നോക്കാം. അങ്ങനെ അവരത് വീണ്ടും തിരയുന്നുണ്ടെങ്കിലും എവിടെന്നും കിട്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും പോകാൻ ഇറങ്ങി നിൽക്കുന്നതാണ്. അതേസമയം വിശാല് അങ്ങോട്ടേക്ക് വരികയാണ്. പോകാമെന്ന് വിശാല് പറയുമ്പോൾ ഗോപിനാഥ് ചോദിക്കുകയാണ്, അല്ല പാർവതി എന്തേ, മോള് വരുന്നില്ലേ? അച്ഛാ, പാർവതി പുറകെ വന്നോളും, നമുക്ക് ആദ്യം പോകാമെന്ന് വിശാല് പറയുന്നു. അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് കുറെ പേര് നിൽപ്പുണ്ട്, നമുക്ക് പോകാമെന്ന് വിശാല് പറയുന്നു. അല്ല, പ്രഭാവതിയെ കണ്ടില്ലല്ലോ എന്ന് ഗോപിനാഥ് പറയുമ്പോൾ വിശാല് പറയുകയാണ്, അമ്മയും അങ്കിളും കൂടി പിന്നാലെ വരാമെന്നാ പറഞ്ഞത്. അങ്ങനെ അവരെല്ലാം അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ്. പാറു ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് പറയുകയാണ്, അമ്മേ, ശേഖര മുത്തശ്ശനാ പറഞ്ഞത് അമ്മയുടെ നാട്ടിലെത്തിയാൽ എന്താണെങ്കിലും ഒരു വഴി തെളിയാതിരിക്കില്ലെന്ന്. അമ്മ എനിക്ക് ദർശനവും തന്നു. ഞാനിവിടെ എല്ലായിടത്തും തിരഞ്ഞു നോക്കി, എന്നിട്ട് എനിക്കത് കിട്ടിയത് പോലുമില്ല. എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞങ്ങൾ പോകാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അത് ഞങ്ങൾക്ക് കിട്ടുമോ അമ്മേ? അമ്മ എന്തെങ്കിലും വഴി എനിക്ക് മുന്നിൽ കാട്ടിത്തരണമെന്ന് കരഞ്ഞുകൊണ്ട് പാറു പറയുമ്പോൾ പെട്ടെന്ന് ഗായത്രിയുടെ ഫോട്ടോയിൽ നിന്നും വെളിച്ചം വരികയാണ്. ആ വെളിച്ചം നേരെ ചെന്ന് നിൽക്കുന്നത് അവിടെയുള്ളൊരു പെട്ടിയിലായിരുന്നു. പെട്ടെന്ന് അത്ഭുതത്തോടെ പാറു ആ പെട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ പെട്ടി തുറന്നു നോക്കുന്ന പാറുവിന് അതിൻ്റെ ഉള്ളിൽ നിന്നും ഗായത്രിയുടെ കൈരേഖ കിട്ടുകയാണ്. ഇത് കാണുന്ന പാറുവിന് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കൈരേഖയും മെമ്മറി കാർഡുമായിട്ട് പാറു ലാപ്ടോപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ പാറു ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നു. ഗായത്രി മരണത്തിന് മുന്നേ പറഞ്ഞ വാക്കുകളായിരുന്നു അതിലുണ്ടായിരുന്നത്. മോനെ വിശാലെ, മോൻ്റെ അടുത്തെത്താൻ ഇനി അമ്മയ്ക്ക് കഴിയില്ല. മോനെ സ്നേഹിച്ച് അമ്മയ്ക്ക് ഇതുവരെ മതിയായിട്ടില്ല. ഞാൻ പോയാൽ എൻ്റെ പൊന്നുമോനെ നോക്കാൻ അവിടെ ആരാ ഉള്ളത്? എൻ്റെ മോൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊക്കെ പാഴായി പോയില്ലേ. എനിക്കിനി നിന്നെ കാണാൻ സാധിക്കില്ല മോനെ. നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും സാക്ഷിയായി ഒരു 100 കൊല്ലമെങ്കിലും ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി ഞാൻ മരിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മോനെ. പക്ഷേ എൻ്റെ മരണത്തിന്റെ കാരണം അത് നീ അറിയണ്ട എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ ഇപ്പോൾ അതറിയണം മോനെ. എന്നെ കൊല്ലാൻ വേണ്ടി എനിക്ക് വിഷം തന്നത് ആ പ്രഭാവതിയാ മോനെ. മോനെ, അവൾ നിന്നെയും ഒരു ദിവസം കൊല്ലും, അതുകൊണ്ട് മോൻ സൂക്ഷിക്കണമെന്നും ഗായത്രി പറയുന്നു. ഞാൻ എന്താണെങ്കിലും നിന്റെ ഭാര്യയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞായി ജനിക്കാം മോനെ. അങ്ങനെ ഞാൻ പുനർജനിച്ച് നമുക്ക് ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കാമെന്നും ഗായത്രി പറയുന്നു. ഇതൊക്കെ കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പാറു. അത്രയും പറഞ്ഞുകൊണ്ട് ഗായത്രി മരിച്ചു വീഴുകയാണ്. തുടർന്ന് ഇത് കാണുന്ന പാറു പറയുകയാണ്, എത്രയും പെട്ടെന്ന് ഇത് വിശാൽ സാറിനെ അറിയിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് പാറു ലാപ്ടോപ്പും മെമ്മറി കാർഡും ഒക്കെ കയ്യിലെടുത്ത് തിരിയുമ്പോഴേക്കും കഥ കടഞ്ഞിരുന്നു. പ്രഭാവതിയും പ്രതാപനും ചേർന്നായിരുന്നു അത് ചെയ്തത്. കഥക് തുറക്കുന്നൊക്കെ പാറു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവര് അത് ശ്രദ്ധിക്കുന്നില്ല. അതേസമയം ഒരു ക്യാനിൽ പെട്രോളുമായിട്ട് വീടിന്റെ പുറകുവശത്തേക്ക് പോവുകയാണ് പ്രഭാവതിയും പ്രതാപനും. എന്നിട്ട് പാർവതിയുള്ള മുറിയുടെ ജനൽ തുറന്ന് അതിലെ പെട്രോൾ മുഴുവൻ കമത്തുകയാണ് പ്രതാപൻ. തുടർന്ന് പ്രഭാവതി അങ്ങോട്ടേക്ക് ഒരു തീപ്പെട്ടി ഉരച്ചിടുന്നു. അങ്ങനെ ആ മുറിക്ക് മുഴുവൻ തീ പിടിക്കുകയാണ്. ഇത് കണ്ട് പേടിയോടെ കരയുകയാണ് പാർവതി. അങ്ങനെ മുറിയിൽ തീ ആളുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, വാ പ്രതാപ, നമുക്ക് പോകാം. ഇനി അവള് ആ തീയിൽ കിടന്ന് ചത്തോട്ടെ. എന്താണെങ്കിലും ആരും ഇപ്പോഴെങ്ങും തിരക്കാനും വരില്ല. അതേസമയം പൂജയുടെ സ്ഥലത്ത് പാറുവിനെ തിരക്കുകയാണ് തിരുമേനി. പാർവതിയും വിശാലും ഒന്നിച്ചു വേണം വിളക്ക് കൊളുത്താൻ. മുഹൂർത്തം കഴിയാറായെന്നും തിരുമേനി പറയുമ്പോൾ അങ്ങോട്ടേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടി വരികയാണ്. പാർവതി നിങ്ങളുടെ ഒപ്പം വന്നില്ലേ എന്ന് വിശാല് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, അതിന് പാർവതി അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങള് അവിടെയെങ്ങും കണ്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്ന് വിശാല് പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഇനി നീ പോയിട്ട് എപ്പോ വരാനാ? അപ്പോഴേക്കും മുഹൂർത്തവും തെറ്റും. മോനെ, നീ തന്നെ വിളക്ക് കൊളുത്താൻ പ്രഭാവതി പറയുമ്പോൾ വിശാല് പറയുകയാണ്, ഇല്ല, അതൊന്നും ശരിയാകില്ല. പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. അവളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പൂജയൊന്നും വേണ്ട. ഞാൻ വേഗം പോയി അവളെ വിളിച്ചിട്ട് വരാമെന്ന് വിശാല് പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. ചേച്ചി, നമ്മൾ പെട്ടോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ
പ്രഭാവതി പറയുകയാണ്. എടാ അവളിപ്പോ കത്തിച്ചാമ്പലായിട്ടുണ്ടാകും, പിന്നെ എന്താ പ്രശ്നം? അവളെ രക്ഷിക്കാൻ ചെന്നാലേ അവനും കത്തിച്ചാമ്പലായിക്കോളും. അതോടെ നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാകുമല്ലോ എന്നും പ്രഭാവതി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.